നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു HTML ഫയലിൽ നമുക്ക് കമൻറ്റ്സ് എങ്ങനെ കൊടുക്കാമെന്നാണ്. കമൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു വെബ് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പർ അദ്ദേഹത്തിന് എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും എഴുതണമെങ്കിൽ, ഈ വെബ് HTML പേജിൽ എഴുതണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് കമൻറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് മൈ ഫസ്റ്റ് HTML പേജ് എന്നെഴുതി നമ്മൾ ജസ്റ്റ് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിവിടെ നമ്മുടെ വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് എഴുതണമെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് കമൻറ്റ് എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു ലെസ് ദാൻ സൈൻ കൊടുക്കുക, അതിനുശേഷം ഒരു എക്സ്ക്ലമേഷൻ സിമ്പിൾ കൊടുക്കുക, അതിനുശേഷം 2 ഐഫൺ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2 ഐഫൺ, അതിനുശേഷം ഒരു ഗ്രേറ്റർ ദാൻ സൈൻ. സോ ഇതിനുള്ളിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും ഇത് ബ്രൗസർ ഡിസ്പ്ലേ ചെയ്യുന്നതല്ല. സോ നമുക്ക് നമ്മുടെ HTML ഫയലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. സോ നമുക്ക് ദിസ് ഈസ് മൈ ഫസ്റ്റ് HTML പേജ് എന്നുള്ളത് കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സോ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രത്യേക ഒരു കളറിലായിരിക്കും കാണുന്നത്. സോ നമ്മൾ ഇനി സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതല്ല. സോ ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കമൻറ്റ് കൊടുക്കാവുന്നതാണ്. സോ നമ്മൾ ഇത് ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. സോ നമ്മളിവിടെ അഡ്രസ്. സോ നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കുന്ന ഒരു കമൻറ്റ്സും നമുക്ക് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നതല്ല. സോ നമ്മൾ ഇനി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കതുപോലെ ടു ഡു എന്ന് എഴുതിയിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. സോ ഇത് കാണുന്ന നമ്മുടെ HTML ഫയൽ ഓപ്പൺ ചെയ്യുന്ന മറ്റൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എന്താണ് എഴുതിയതെന്നും ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമെന്നുമൊക്കെ നമുക്ക് ഇവിടെ ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് അല്ലെങ്കിൽ നോട്ട് എഴുതാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ കമൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ താഴോട്ട് കൊണ്ടുവരികയാണ്, നമുക്ക് മൾട്ടി ലൈൻ ഇതിനുള്ളിൽ എഴുതുന്ന എന്തും നമ്മളെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കില്ല. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതൊന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കില്ല.